ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടോ പറയാൻ പോകുന്നത്. ഞങ്ങൾ സാധാരണ പച്ചരി കുതിർത്തിട്ടൊക്കെയുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പീസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞങ്ങളങ്ങനെ ഇതുവരെയ്ക്ക് ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾ ഉണ്ടാക്കുന്നത് വേറൊരു ടൈപ്പ് ഉണ്ണിയപ്പമാണ് ഉണ്ടാക്കാറ്. ഞാനതെൻ്റെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഇടയ്ക്ക് വല്ലപ്പോഴും ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് അങ്ങനെ കുഴപ്പം ഉണ്ടാവാറില്ല, സക്സസ് ആവാറില്ല അധികം. എന്നിരുന്നാലും അന്നത്തെ ദിവസമൊക്കെ സോഫ്റ്റ് ആയിരിക്കും, പിറ്റേ ദിവസം അത്ര അങ്ങനെ സോഫ്റ്റ് ആവാറില്ല. പക്ഷേ ഇത് നല്ല പിറ്റേ ദിവസവും നല്ല സോഫ്റ്റായിട്ട് ഉണ്ടായി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്, റവയും മൈദ ഉപയോഗിച്ചിട്ടാണ് ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൽ റവ എത്രയാണോ എടുത്തിട്ടുള്ളത് അത്രയും തന്നെ മൈദ എടുക്കുക. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് ഉള്ള ആ ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, അതായത് റവ 1/2 കിലോ എടുത്തിട്ടുണ്ടെങ്കിൽ മൈദ 1/2 കിലോ എടുക്കുക. അപ്പോൾ റവയും മൈദയും കൂടിയിട്ട് 1 കിലോ ആയില്ലേ. അപ്പോൾ ആ 1 കിലോ ശർക്കര പാനി എടുക്കുക. ഇതെല്ലാം കൂടി ശർക്കരപ്പാനി ചൂടാറിയിട്ട് വേണം ഇതിൽ മിക്സ് ചെയ്യാനായിട്ട്. മിക്സ് ചെയ്ത് വെക്കാം. ചിലർ ശർക്കര ഉപയോഗിക്കുമ്പോൾ ഉപ്പിടാറില്ല. പക്ഷേ ഞങ്ങൾക്കത് ഉപ്പ് ഇട്ടില്ലെങ്കിൽ അതിനൊരു മധുരം ബാലൻസ് ആയിട്ട് തോന്നാറില്ല. അപ്പോൾ ഞങ്ങളൊരു നുള്ളി ഉപ്പിടാറുണ്ട്. അപ്പോഴാണ് കറക്റ്റായിട്ടുള്ള ഒരു മധുരം കിട്ടാറ്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കലക്കി വയ്ക്കുക. പിന്നെ ഞങ്ങളത് ഒന്നുകിൽ കാലത്ത് കലക്കി വെച്ചിട്ട് വൈകിട്ട് ഉണ്ടാക്കുക, അല്ലെങ്കിൽ വൈകുന്നേരം കലക്കി വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ഉണ്ണിയപ്പം ഉണ്ടാക്കുക. അതാണ് ടേസ്റ്റ്. അപ്പോൾ അതാണ് അതിൻ്റെ ആ ഒരു കൂട്ടൊക്കെ സെറ്റായി വരുള്ളൂ. അപ്പോൾ അങ്ങനെ കലക്കി വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതിനും കുറച്ച് മുന്നായിട്ട് ഒരു 3-4 പാളയം കുടംപഴം ഉടച്ച് ചേർത്ത് മിക്സ് ചെയ്യുക. അതോടൊപ്പം നമ്മൾ സാധാരണ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ നാളികേരം കൊത്തി അരിഞ്ഞിട്ട് അത് വറുത്തിട്ട് ആണല്ലോ നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്യുന്നത്. ഞങ്ങളത് ചെയ്യാറില്ല. ഞങ്ങൾ നാളികേരം കുറച്ചധികം നാളികേരം ചിരകിയിട്ട് അത് വറുത്ത് നെയ്യിലോ എണ്ണയിലോ ഒക്കെ വറുത്തിട്ട് അത് മിക്സ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ്. നമുക്ക് ആ നാളികേരക്കൊത്ത് ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല, അത് കടിച്ച് കളയാൻ തോന്നും. പക്ഷേ ഇതങ്ങനെ തോന്നില്ല, അതങ്ങനെ കടിച്ചു പോകും. അപ്പോൾ ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്